Hey guys, good morning. Good afternoon. അയ്യോ ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഇന്നലെ വന്ന് കിടന്നുണ്ടല്ലോ ബോധം സത്യം. ഇന്നലെ 3 മണിയായി നമ്മൾ ഉറങ്ങിയപ്പോ. അമ്പൂട്ടൻ നല്ല ഉറങ്ങിയായിരുന്നു നേരത്തെ. പക്ഷെ രാവിലെ നമ്മൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ 10 മണിക്ക് 10:30 കഴിയുമായിരുന്നു. അങ്ങനെ 10 മണി ഞാൻ പറഞ്ഞു മൃദുലെ പട്ടിണിയാവും ബാ കാപ്പ് കുടിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ ഹോട്ടലിൽ ഇതൊരു 4 സ്റ്റാർ ആണെന്ന് കാണിക്കുന്നു. പക്ഷെ അങ്ങനെ 4 സ്റ്റാറിന്റെ ഒരു ഫെസിലിറ്റീസും ഇല്ല കേട്ടോ ഇവിടെ. ഫുഡ് ഭയങ്കര ലിഫ്റ്റ് പോലും ഇല്ല. ഏതായാലും 25 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആയത്. അപ്പോൾ ഫുഡ് ഭയങ്കര ബിലോ ആവറേജാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കോംപ്ലിമെന്റ്, ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി അല്ല, നമ്മൾ പെയ്ഡ് ആണ്. മുൻകൂട്ടി നമ്മൾ പെയ്ഡ് ചെയ്ത കുറുക്കൊക്കെ ഉണ്ടാക്കി, പാക്കറ്റ് കുറുക്ക് അല്ലേ, ചൂടുവെള്ളത്തിൽ നല്ലോണം വെള്ളം തിളപ്പിച്ചിട്ട്. ഇന്നത്തെ ഹെൽത്തി മിക്സ് ആണോ ഇത്? നമുക്ക് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഇത് കഴിച്ചിട്ട് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഡേറ്റ്സിന്റെ മധുരം സ്വീറ്റ്നർ ഇട്ട്, പക്ഷെ എന്നിട്ടും ഒരു മധുരമില്ല. പക്ഷെ പിള്ളേർക്ക് ഇവിടെ ബീച്ചാണ് കേട്ടോ. നമ്മുടെ വണ്ടി ദേ ഇന്നലെ വന്നപ്പോ ഇവിടെ ഫുൾ ആളായിരുന്നു. ഇന്ന് ആരുമില്ല, ഫുള്ള് ചെക്കൗട്ടായി പോയി. റൂം കൊള്ളാം. നല്ല, ഞാൻ പറഞ്ഞില്ലേ ഫെസിലിറ്റീസ് കുറവാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട്. നമുക്കിവിടെ നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട് ഗൈസ്. അണ്ട് തൊട്ടടുത്ത് ബീച്ചാണ്. നിങ്ങൾ കാണുന്ന ആ മരം കണ്ടോ, അത് കഴിഞ്ഞ് അങ്ങോട്ട് ബീച്ചാണ്. അത്രയും ബീച്ചിനടുത്ത്, കാപ്പാട് ബീച്ചിന് അടുത്തായിട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ റൂം ഗൈസ്. ലുക്ക് അറ്റ് ദാറ്റ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. വുഡിൻ്റെ ഒരു പെയിൻറ് ഈ റീസെൻ്റ്ലി എന്തോ അടിച്ചതേ ഉള്ളൂ. കയറുമ്പോൾ ഒരു പുതിയ പെയിൻറ്റിൻ്റെ ഒരു മണം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുള്ള് ലഗേജൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു റൂമാണ്. ബാത്റൂമും കൊള്ളാം, കുഴപ്പമില്ല. ഒരു ജക്കൂസൊക്കെ ഉണ്ട്. ജക്കൂസിയൊക്കെ പക്ഷേ ഈ രാമുവിൻ്റെ കാലത്തിലുള്ള ജക്കൂസിയാ. ഫുള്ള് അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അതെ, അതുകൊണ്ടൊരു രസമില്ല. ഒരുങ്ങണം ഗൈസ്. അയ്യോ പറഞ്ഞില്ല, നമ്മളിവിടെ കോഴിക്കോട് വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളത് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ലോയർ ബ്രോ കല്യാണമാണിന്ന്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിന്ന് കോഴിക്കോട് വന്നത്. എനിക്കങ്ങനെ സോഷ്യൽ മീഡിയയിൽ സുഹൃത്തുക്കൾ വളരെ വളരെ കുറവാണ്. അങ്ങനെ അതിൽ നല്ലൊരു സുഹൃത്താണ്. കല്യാണമാണ് ഇന്ന്. കല്യാണം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞാണ്. ഇന്ന് വൈകിട്ട് റിസപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടി വന്നതാണ്. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് അല്ലേ ഉള്ളൂ. 4 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ അടുത്ത റൂം എടുത്തത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗസ് ഇറ്റ്? കുറുക്ക് ബാക്കി ഞാൻ കുടിക്കുക. ഉമ്മടൂ എന്നാ അച്ഛാ ഉമ്മ എന്നൊക്കെ പറഞ്ഞു ഉമ്മായിരുന്നു. അപ്പൊ നമ്മളിത് റെഡിയായി, ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡിയായി സുഹൃത്തുക്കളെ. അതെ, വേറൊരു കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മൃദുല പറഞ്ഞു ഈ ബ്ലാക്ക് തന്നെ ഇടാന്ന്. അതെ, അമ്പൂട്ട് മുടിയൊക്കെ ചീപ്പി ഉണ്ണിക്കുട്ടരെ പോലെ ഇരിക്കുന്നു. നോക്ക്, ഉണ്ണിക്കുട്ടൻ. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒട്ടിച്ചു വെച്ചേക്കും. അപ്പൊ ഇവന് ഡ്രസ് ഭയങ്കര ചേരും കേട്ടോ. ഇത് ഇടുമ്പോ ചെറുക്കനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൂടെ കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ചു അവരിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കൂടാതെ കാപ്പാട് ബീച്ച് ആണ് സുഹൃത്തുക്കളെ. ഇവിടെ അടിപൊളി വ്യൂ ആട്ടോ. നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. അയ്യോ കറക്റ്റ് അങ്ങ് വരെ നടക്കാം. അവിടെ കയറ്റി വിടുമായിരിക്കുമല്ലോ. അത് ഞാൻ ഡ്രോൺ ഷോട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമാണ് മേളിൽ നിന്ന് കാണാം. ഇങ്ങനെ വാല് പോലെ കിടക്കും. ഇവിടെ ചേട്ടന്മാര് മീൻ കച്ചവടം തകൃതി നടത്തിക്കൊണ്ടിരിക്കുന്നു. ശരിയല്ലേ, നോക്ക്. രക്ഷയല്ല കേട്ടോ ബീച്ച്. ഇതാണ് കറക്റ്റ് ടൈം. ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഉച്ചയ്ക്കൊക്കെ റൂമിനകത്ത് തന്നെ AC ഇല്ലാതിരിക്കാൻ പറ്റില്ല. റൂമിലെ ബാൽക്കണി തുറന്നാൽ ചൂടായിരുന്നു. AC ഇട്ടിട്ട് സത്യം. എനിക്കൊന്നും അങ്ങോട്ട് ആരും പോകുന്നില്ലല്ലോ. വിടത്തില്ലായിരിക്കും ചിലപ്പോ. അടച്ചു വെച്ചേക്കുമായിരിക്കും. അടിപൊളി കേട്ടോ. ഈ ടൈമാണ് ബീച്ചിൽ ഇറങ്ങാൻ. പക്ഷെ ഇവിടെ നീ കണ്ട സാധാരണ ബീച്ചിനടുത്ത് സ്ട്രീറ്റ് ഫുഡൊക്കെ കൊണ്ടുവയ്ക്കുവേ. ഇനി ഇതല്ലേ മെയിൻ ബീച്ച്. ഇതിനകത്ത് വേറെ സ്നാക്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വിൽക്കുന്ന ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഇടങ്ങാം. അതങ്ങനെ നമ്മളൊരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ അമ്പൂട്ടം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് മൃദുലയുടെ കരി പടർന്നു. ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു. എന്റെ അത് പടർന്നു ഇത് പടർന്നു. അതൊന്നും പറയുന്ന കാര്യമില്ല. യുവർ മദർ. നീ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ പോകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ. അതെനിക്കറിയാം. ഇവന്റെ കോലം നോക്ക്. പക്ഷെ ഫാദർ ആൾവേസ് ഹീറോ. പിടിച്ചാണ് ഇങ്ങോട്ട് പിടിച്ചാണ്. പിടിക്കാം. വരൂ, നമുക്ക് ഫംഗ്ഷന് പോകണ്ടേ. അമ്പൂട്ടാ
അമ്മ ഇറങ്ങിയടാ. അപ്പൊ ഗൈസ് നമ്മള് എത്തി. അപ്പം അകത്തോട്ട് കയറട്ടെ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് തന്നെ കല്യാണത്തിന്. രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. വളരെ സന്തോഷം. അടിപൊളിയായിട്ടുണ്ട് രണ്ടുപേരും. സൂപ്പർ. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഇയാളുടെ വലിയ അച്ഛനമ്മ വന്നിരുന്നോ? അച്ഛനമ്മനെ കണ്ടിരുന്നോ? കണ്ട് എല്ലാവരും കണ്ട്. എല്ലാം അടിപൊളി. എല്ലാവരും ഫാമിലി സൂപ്പർ വൈബ് കേട്ടോ. ഞാൻ പിന്നെ കല്യാണത്തിന്റെ വീഡിയോസും കണ്ടായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ രണ്ടും ഗോഡ് ബ്ലെസ് യു. വൺസ് അഗൈൻ ഹാപ്പി മാരീഡ് ലൈഫ് കേട്ടോ. ഇനിയേ രണ്ടുപേരും ട്രിവാൻഡ്രം വരുമ്പോൾ വീട്ടിലോട്ട് വരണം കേട്ടോ. ട്രിവാൻഡ്രം വരുമ്പോഴല്ല വരണം, വീട്ടിലോട്ട് രണ്ടുപേരും വരണം. ഓക്കെ ഓക്കെ. അപ്പൊ നടക്കട്ടെ പൊളിക്ക്. ഇന്ന് ഫുൾ ഡേ നിക്കണം. എനിക്കറിയാം. എനിക്ക് എല്ലാവരും വെറുതെ നീ ഫുള്ള് നിക്കണോന്ന് പറഞ്ഞതാ. അപ്പൊ നിന്ന് കാലെടുക്കണ്ട. ഇരുന്നോ. ഓക്കെ 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 ഓക്കെ. എനിക്കിവിടെ വന്നിട്ടൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. ആരോൺ. അവൻ ആൾറെഡി കഴിച്ചാണില്ലേ. എനിക്ക് കമ്പനിക്ക് വേണ്ടി ഇരിക്കുക. കണ്ടാ ഇരിക്കുന്നുണ്ടോ? ആണ് പൊറോട്ടയുടെ എന്തെങ്കിലും ചാറ് ഒഴിയടാ. ഇത് പൊറോട്ടയുടെ ചാറൊന്നുമില്ല, ഫ്രൈ മാത്രം. ടാറ്റാ. അടാ ഇനി ട്രിവാൻഡ്രം വാട്ടാ. ഒരു കല്യാണം കൂടുക എന്നൊക്കെ പറയുന്നതേ ഗൈസ് മൃദുലേക്ക് ഒരു ആറ്റിയാൽ പൊങ്കാലായിട്ട ക്ഷീണം എന്ന് വെച്ചാൽ അമ്പൂട്ടം കാരണം. അതാ അതങ്ങനെയല്ലേ പിള്ളേർക്കൊന്നും സത്യം പറയാ ഗൈസ്. ഈ സാധനം ഒന്നും അവർക്ക് വലിച്ചിട്ട് കൊടുക്കരുത്. പിള്ളേർക്ക് കല്യാണം എന്ന് പറഞ്ഞാലും അവർക്ക് നോർമൽ ഡ്രസ്സ് വല്ല ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം അവർക്കൊരു കംഫർട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ഇത്ര നല്ലോണം പോയിട്ടും കാര്യമില്ല. ഫുള്ള് അവര് കുരുത്തക്കേടും കരച്ചിലും ബഹളം. നമുക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളെ രണ്ടുപേരെയും കണ്ടേ അത്രയും പേരെയും ലൈറ്റ് വെട്ടവും കൂടെ കണ്ടിട്ട് ഭയങ്കര ബഹളം, നിർബന്ധം, ചവിട്ടി അവരോട് പാൻറ്റങ്ങ് കൂടി. ഞാൻ നോക്കിയപ്പോ ഇത് എവിടെയോ കണ്ടൊരു പാന്റ് നോക്കിയപ്പോ അമ്പൂട്ടന് പാന്റ് ഇല്ല. പാന്റ് ദോ കിടക്കുന്നത് കുർത്ത ഇട്ട് സ്നഗ് ഇട്ടോണ്ടിരിക്കുക. നിന്നെ കുറിച്ച് അവിടെ എന്ത് എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാവരും നല്ല സ്നേഹവും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നവനീത് ബ്രോയുടെ ഫാമിലി എല്ലാവരും അടിപൊളിയായിരുന്നു. എപ്പോഴും പറയുന്ന കോഴിക്കോടുകാരുടെ സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണ്. അതെ 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 അടിപൊളിയാണ്. ഇപ്പൊ മനസ്സിലായല്ലേ? എല്ലാരും ഒന്ന് സംസാരിക്കുക, എല്ലാരും നമ്മളെ വിശേഷങ്ങൾ തിരക്കുകയും എല്ലാം. അതെ ഇവരുടെ മാച്ചിങ്ങിനും വിട്ടിട്ട് എനിക്ക് ദൂരിക്കായിട്ട് ഞാനൊന്ന് ഊരിട്ട് കഴിച്ചു. ഊരിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോണം. അങ്ങോട്ട് ഫ്രീ ആയി നിന്ന് കൃഷ്ണനായിട്ട് എടുക്കുമ്പോ ഇങ്ങനെ വെള്ള പാന്റ് ഒരു കുറി കഴിഞ്ഞു. കൃഷ്ണനായി ഓടക്കുഴി എടുത്ത് കണ്ണി കുത്തും. അതൊന്നും പറയണ്ട. രാത്രി കോഴിക്കോട് സർക്യൂട്ട് അടിക്ക് ഇറങ്ങിയാണോ അമ്മച്ചി മോനും? എല്ലാരും പറയും ഈ തൊപ്പി വെച്ചു കൊടുക്കാതിന് നമ്മളെ വഴക്ക് പറയും രാത്രി നൈറ്റ് ഡ്രൈവ് ഒക്കെ പോകുമ്പോ. പക്ഷേ ഞാനിപ്പോ വെച്ചതിന്റെ കരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. വെക്കുന്നത് മാത്രമല്ല അവൻ തന്നെ അത് വലിച്ചു കളയുകയും ചെയ്യും. ഈ പിള്ളേർക്ക് ഇതൊക്കെ വെക്കണം. നമ്മൾ എല്ലാ സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം തന്നെ ഈ കെട്ടുന്ന സാധനം അല്ലെങ്കിൽ ഈ കാർ സീറ്റർ ഓക്കെ നമ്മളിപ്പം ട്രിപ്പ് ആയതുകൊണ്ട് എടുത്ത് വെക്കണം. ഒക്കെ വാങ്ങിച്ചു വെച്ചാലും കണ്ട അമ്മയുടെ ഒക്കത്തെ ഇരിക്കും. കണ്ടില്ല ബെൽറ്റ് വാങ്ങിച്ചു വെച്ചാലും അമ്മയുടെ ഒക്കത്തെ ഇരിക്കും. വീട്ടില് ഒന്നിന് പകരം 2 തൊട്ടിലുണ്ട്, എന്നാലും അമ്മയുടെ ഒക്കത്തിരുന്നേ ഉറങ്ങും. ഇങ്ങനാണ് 3 തൊട്ടിലുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ കാര്യമില്ല. നമ്മളത് നൈറ്റ് കോഴിക്കോട് ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങി ഒക്കെ വരാം. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? 18 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ആ കളി ഇഷ്ടപ്പെട്ടു. തൊപ്പി ഇപ്പം പോയി പറയേണ്ട താമസം. മൃദുലയുടെ കൈസ് കൊറേ പാട്ടുകളുണ്ട്. വാല് പോയി, പട്ടി കിട്ടി, പട്ടി പോയി, പൂച്ച കിട്ടി. പിന്നെ പാട്ടിന്റെ വാല് പോയി, കത്തി കിട്ടി, അമ്മൂട്ടനെ അവന്റെ കുഞ്ഞിലത്തെ തൊട്ടുള്ള കാര്യങ്ങളെ കാണാല്ലേ. മേ ബി ഓരോ ദിവസത്തെയും കാര്യങ്ങള് ഇത് വരാകുമ്പോ ഇതെല്ലാം കൂടെ എപ്പ കണ്ടു. എല്ലാം നമ്മളെല്ലാ വ്ലോഗും ഓരോ മെമ്മറീസ് ആണ്. നമ്മൾ തന്നെ കോഴിക്കോട് തന്നെ എത്ര വട്ടം വന്നിട്ടുണ്ട്. പക്ഷെ ഓരോ വട്ടം വരുമ്പോഴും ഓരോ മെമ്മറീസ് ആണ്.
അത് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ എത്ര വട്ടം പോയാലും അവിടെ വീണ്ടും വീണ്ടും പോകാൻ തോന്നും. എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥലം കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് മാത്രമല്ല എല്ലാം കൊണ്ടും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം കോഴിക്കോട് വെച്ചാണ് കല്യാണം എന്ന് കേട്ടപ്പോഴേ നമ്മള് ഓക്കെ കോഴിക്കോട് പിന്നെ വരാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല. കോഴിക്കോട് വരെ നല്ല റോഡും അത് കഴിയുമ്പോ പിന്നെ റോഡ് ഇപ്പം നമ്മള് വന്ന റൂട്ട് എന്ന് പറയുന്നത് കുറച്ച് നല്ല റോഡിൽ കൂടെ വന്നത്. നമ്മള് നമ്മളെ മൂവാറ്റുപുഴ നമ്മളെ ആ റൂട്ടാ വന്നത്. നമ്മള് ആ റൂട്ട് വന്നോണ്ട് അങ്കമാലി വന്ന് കയറി നമ്മള്. അതായത് നമ്മള് ട്രിവാൻഡ്രത്ത് നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോ അങ്കമാലി റൂട്ട് വന്ന് കയറുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ആലപ്പുഴയിൽ ഇവിടുത്തെ കുറെ റോഡ് വർക്ക് നമ്മൾ സ്കിപ്പായി. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. റോഡ് ഇനി വന്നപ്പോഴേ ഉള്ളായിരുന്നു ഒരു ബുദ്ധിമുട്ട്. പക്ഷെ നല്ല റോഡല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കോഴിക്കോട് വരെ ഇപ്പം നല്ല റോഡായെന്ന് തോന്നി. മലപ്പുറം കഴിഞ്ഞാൽ കോഴിക്കോട് കഴിഞ്ഞ് കണ്ണൂര് റോഡാണ് നമ്മൾ അന്ന് പോയപ്പം ഫുൾ പൊളിഞ്ഞ് കിടക്കണം. അങ്ങോട്ടുള്ള റോഡ് എനിക്കൊന്നും കറക്റ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. നൈറ്റ് നമ്മൾ ഇറങ്ങി ഫുഡ് അടിക്കാൻ. എവിടാണ്? കോഴിക്കോട് ബീച്ച് ഗൈസ്. വലിയ തിരക്ക് കുറവാട്ടോ. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഭയങ്കര തിരക്ക് കുറവാ. ഞാൻ ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടി മാത്രം വന്നേ കേട്ടോ, വേറെ ഒന്നും വേണ്ട. എനിക്ക് കാടമുട്ട ഉപ്പിലിട്ടത് വേണം. കാടമുട്ട ഉപ്പിലിട്ടതല്ലടി, കാടമുട്ട റോസ്റ്റ് അടി. മീൻസ് ഉപ്പും കുരുമുളക് മുളക് പൊടി ഇട്ടത്. അത് വാങ്ങാം. ഇത് പൊളി. ജസ്റ്റ് കുക്കുംബർ അത് ഉപ്പിലിട്ടല്ല കേട്ടോ, ഉപ്പിലിടാത്ത സെറ്റ് ആയിരിക്കല്ലേ. അടിപൊളി. ഇത് സൂപ്പർ സാധനം കേട്ടോ, ഉപ്പിടാത്തത്. ഞാൻ നെല്ലിക്കയും കൂടെ ഇട്ടു, ബീട്രൂട്ടും മാങ്ങ. പക്ഷെ എനിക്ക് ഡൗട്ടായി, അതായത് ഇവിടെ ഒരു ദിവസം കൊണ്ട് എന്തായാലും ഒരു ബൗളൊക്കെ തീരും, മാങ്ങയും എന്തുമായാലും. എത്ര തിരക്കാം. അപ്പൊ ഈ നമ്മൾ വീട്ടിൽ ഉപ്പിട്ട പിടിക്കത്തില്ല. അപ്പൊ ഈ പിടിക്കാൻ വേണ്ടി അവർ എന്തെങ്കിലും ആഡ് ചെയ്യൂ, വിനാഗിരി കൂടുതൽ മീൻസ് ഒരു പുളിയുണ്ട്. നമ്മൾ സാധാ ഉപ്പ് പോലല്ല. മേ ബി അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ പേരെന്താ നമുക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഉപ്പല്ല. ഇത് വേവിച്ചിട്ടിട്ടാലും ഇത്രയും പെട്ടെന്ന് പിടിക്കൂല. ഇത്ര അടിപൊളിയായിട്ട് പിടിക്കൂല ഉപ്പ്. വേവിച്ചാലും നെല്ലിക്കൊക്കെ വേവിച്ച ഒരു പുഴുങ്ങിയ ഫീല് വരും, അത് കഴിക്കുമ്പോൾ അറിയും. പക്ഷെ ഇത് കറക്റ്റ് ഉപ്പ് പിടിച്ച ഫീൽ. അപ്പൊ എന്ത് ചേർക്കുമായിരിക്കും അല്ലേ? പെട്ടെന്ന് ഉപ്പ് പിടിക്കാൻ എന്തെങ്കിലും ചേർക്കാതിരിക്കത്തില്ല. ഇതൊക്കെ നല്ല ഉപ്പാ. ഒരു ഉപ്പ് കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് അല്ലേ. ഭയങ്കര ഓവർ ഉപ്പായി പോയില്ലേ. ഞാൻ ആദ്യമായിട്ട് ഉപ്പ് ഐസോട് തിന്ന. അവിടെ ഒരു ചേട്ടൻ നിന്ന് പാട്ട് പാടുന്നു, ഫാത്തിമ എന്ന് പറഞ്ഞ് പാടുന്ന കേട്ടോ. ഭയങ്കര പാട്ടില്ലേ, ഭയങ്കര പാട്ട്. എന്നെ നടക്കാൻ വയ്യാട്ടോ. ചേട്ടൻ നടക്കാൻ അടിച്ച് വീലായിട്ട് എന്നും എന്നും നീയാണ്. എന്നെ വിട്ട് പോലെ എന്തോ ഒരു ബ്രേക്കപ്പ് നൈരാശ്യം. ബ്രേക്കപ്പ് ഒന്നും അല്ല, അത് ക്വാർട്ടറിന്റെ പാട്ടായ ബ്രേക്കപ്പ് പാട്ടൊന്നും. ചേട്ടന്റെ ആ ഒരു പാട്ടിൽ ആ ഒരു ഫീലും ഉണ്ട്. എന്നെ വിട്ട് പോവല്ലേ ഫാത്തിമ, ഭയങ്കര ഫീലോടെ പാടുന്നില്ലേ, ഫീലോടുകൂടി പാടുന്നു. കടയെ കടച്ചു വാങ്ങി മുട്ട വാങ്ങിച്ചാ മുട്ട. എനിക്ക് തോന്നുന്നു അടച്ചെന്ന് തോന്നുന്നു. കാടമുട്ടൈ ഇടി അമ്പു എന്താടി ഒന്നിനും ചോദിക്കുന്നില്ല. സാധാരണ ഫുഡ് കണ്ടാ ചോദിക്കുന്നില്ല. ഇങ്ങനെയുണ്ട് അടിപൊളി. നമ്മുടെ അമ്പുവായി. പിടിക്കൂല. അവന് ചാടണോന്നുണ്ട്, അവന് വീണ ഇതൊരു പാടോ കുഞ്ഞുങ്ങൾക്ക്. ഈ കട്ടിലിന്റെ മണ്ടയിൽ ഇപ്പൊ അവന് അറിയാറായി കുറച്ച്, എന്നാലും അവന് ചാടണം. അച്ഛൻ പിടിക്കൂല. എപ്പോഴും നീ ഈ കട്ടിലിന് ചുറ്റും പോകുമ്പോ നമുക്ക് ഓടി വരാൻ പറ്റത്തില്ല. അച്ഛൻ പിടിക്കൂല. ചാടല്ലേ, ചാടരുത്, ചാടിയ മൂക്കിടിക്കും. ചാടരുത്, ചാടിയ മൂക്കിടിക്കുമ്പോ ചാടരുതമ്പു മൂക്കിടിക്കും. അത്രയും പോയിട്ട് അവൻ തിരിച്ചു തന്നേട്ടാ. അവൻ ചാടുമ്പോ അവൻ ഇറങ്ങണം. അവൻ എന്നെ കളിപ്പിക്കണടി.
ചാടരുത്, ചാടിയാ മൂക്കിടിക്കാൻ പോവും. ആ ആ താഴെ കുഴിയാ. പേടിയുണ്ട് പേടിയുണ്ട് പേടിയുണ്ട്. അമ്പു ചാടരുത്. എന്തോന്ന് ചാടിയാ മൂക്കിടിക്കും, മുറിയും. വേണ്ട, കുഴിയാ കുഴിയാ, താഴെ കുഴിയാ. ആ എന്തൊക്കെ പറയോടി എന്നെ. നീ അങ്ങ് പിടിച്ചേ മരുന്ന് നോക്കട്ടെ നീയോണ്ട്. ആ പോയി പോ. അമ്പുവേ കളിക്കരുത് അമ്പു. കൈയൊന്നും കാണിക്കണ്ട, സോറി. ആ ഷേക്ക് ഹാൻഡ് വന്നിരിക്കുന്നു. പൊക്കോ, തിരിച്ചു പോക്കോ. അവന് കുഴിയാന്ന് അവനെ അറിയാം. അവന് വീണ മേ കേറുമെന്നും അറിയാം. കണ്ടാ എന്താ ഇറക്കുന്ന? ചാടുന്നില്ലേ? അച്ഛൻ പിടിക്കുന്നുള്ള കോൺഫിഡൻസ് ആണെങ്കിൽ മോനത് വേണ്ട. താളമൊക്കെ തട്ടിക്കോ. പക്ഷെ നോക്കിയേ, അഹങ്കാരം നോക്കിക്കേ. ഞാൻ പിടിച്ചിട്ടുണ്ട്, പിന്നെ പിടിക്കാതിരിക്കുവോ? പണി ഒന്നായല്ലോ. തമാശ എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനെ ചിരിക്കുക. ബൈ ഗൈസ്, നാളെ കാണാൻ സുഹൃത്തുക്കളെ. അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. എനിക്കിടന്ന് ഉറങ്ങണ്ട, എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്. അത് ഈ കുരിപ്പ് ഉറങ്ങിയിട്ടാണ് എനിക്ക് ബാക്കി എഡിറ്റ് ചെയ്ത്. ഉറങ്ങാതെ ഇങ്ങനെ എന്നോട് കളിച്ചോണ്ടിരിക്കുക. പോടാ. ഒരു ബഹളോ ഇത് രാത്രി പാരാത്രി. മനുഷ്യരെ അപ്പുറത്തെ റൂമിലുള്ളവർക്കൊന്നും ഉറങ്ങണ്ടേ? നീ ഇങ്ങനെ കിടന്ന് അലച്ചോണ്ടിരുന്ന ഏമ്പു. നീ ഇങ്ങനെ കിടന്ന് മുണ്ടാടാ. ബൈ ഗൈസ്, ലവ് യു.